ഹലോ. അപ്പോൾ നിൽക്കണേ ഇടിഞ്ഞാറെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കണ്ട ആന കയറിയിട്ടാക്കി വഴി തടത്തിൽ ആനത്തിട്ട ആനപ്പിട്ട ഭയങ്കര മാഞ്ചിയം കാടാണ് ഇവിടെയൊക്കെ. മാഞ്ചിയം കാട് കേട്ടോ. തടം ഈ തടത്തിൽ കൂടെ പോകണത് ഭയങ്കര കാടാണ്. എൻ്റെ ഒറ്റയ്ക്കൊന്നും പോകത്തില്ല. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൊടുത്ത് പോകണം. പിന്നെ പോവുകയാണ്. രണ്ട് സൈഡിലും മാഞ്ചിയം കാടാണ്. കാട് ഈ കാട് കണ്ട ആൾക്ക് ഇതൊക്കെ ഒടിഞ്ഞു മറിഞ്ഞു വീണ ആനയൊക്കെ വന്ന് ഓടിച്ചിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. തടവും ഞാൻ നേരത്തെ ഈ വഴിയാണ് ഇറങ്ങിപ്പോയത്. ഇപ്പോഴും വീടിക്കാൻ പിടിക്കാൻ പറ്റില്ല. തിരിച്ച് കയറിയാണ് ഓർമ്മിച്ചത്. പിടിച്ചൊന്ന് ഒന്നിട്ട് കളയാം. തോന്നെ നാളായി വീഡിയോ പിടിച്ചിട്ട്. ഇപ്പം ഞാൻ വന്ന് പിടിച്ചിട്ട് കളയാം. അയ്യോ, പൊന്മുടി മലയൊക്കെ കാണിക്കാൻ ചേട്ടാ മാഞ്ചി വളർന്നിരിക്കുന്ന കാണത്തില്ല. പിന്നെ കുറേ മാഞ്ചിയം മാത്രം. അപ്പം ശ്രമിക്കാം, കാണത്തില്ല. ഇറക്കുന്നത് തേരി കയറണോണ്ടാണ് ഇരപ്പ്. വേറെ ഒന്നും വിചാരിക്കാനായിട്ട് നടക്കുകയാണ് തേരി കയറി. വന്നപ്പോൾ ആനപ്പിണ്ട കണ്ട വീഡിയോ എടുത്തത് തന്നെ. ഒന്നും ഇടാൻ വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞതല്ല. ഇലക്ഷൻ്റെ പേപ്പർ മേടിക്കാൻ വന്നേ. ഞാൻ താഴെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് പൊന്മുടി മലയൊന്നും കാണിക്കാൻ ഒക്കില്ല. പക്ഷെ ആദ്യമൊക്കെ ആണെങ്കിൽ തറത്തിൽ നിന്ന് മല വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇപ്പം കാണത്തില്ല. കാര്യം പറയാൻ വയ്യ. ധൈര്യം അപ്പം രണ്ട് 4 സൈഡ് മാഞ്ചിയ. ശ്വാസം മുട്ട ഇന്ന് ആസ്മയൊക്കെ വരാൻ പറ്റിയ മരുന്നാണ്. ഈ നാട്ടിൽ ഇതേ ഉള്ളു കൃഷി. ശരിയല്ല, ഫോറസ്റ്റിന് കൃഷി. ഈ ഒരൊറ്റ മരം കാരണം ഒരുപാട് ആൾക്കാരുടെയൊക്കെ മരണപ്പെട്ടു. സ്ഥലം വേറെ ഒന്നല്ല കേട്ടോ, ഇടിഞ്ഞാറാണ്. ഉണ്ടാ അങ്ങനെ ഈ തടത്തെ പോയായിരുന്നു ഞാൻ. അതാണ് എന്നെ പിടിച്ചത്. വന്നപ്പോൾ ഒന്ന് പിടിക്കണമെന്ന് തോന്നിയതാണ് പിടിച്ചത്. പന്നി, ആന, പോത്ത്, മുളമാന്നി, കരടി, അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാട്ടുമൃഗങ്ങളെല്ലാം അങ്ങോട്ട് താഴോട്ട്. അങ്ങനെ കണ്ടു വരെയാണ്. ഇരയ്ക്കും കാണുവാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. മാഞ്ചിയം. ഇവിടെ വന്നിരിക്കണ ഞാൻ എൻ്റെ വോട്ടിൻ്റെ പിന്നെ ഇല്ല ചേട്ടാ പേപ്പർ മേടിക്കാൻ. കണ്ടിട്ട് അതേപോലെ തോന്നുന്നു. അല്ല ഞാൻ നേരത്തെ കമലാക്ഷിമേരാ ആയിരുന്നു. ഓ അത് ശരി. ഞാൻ കുഞ്ഞുവിൻ്റെ ഭാര്യയാണെന്നിട്ട് അവള് ലക്ഷം കൊണ്ടൊക്കെ വരും. അത് എനിക്ക് അപ്പുമ്പത്തിന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അല്ല കമലാക്ഷി ചേച്ചിയുടെ മരുമോള് രണ്ടാമത്തെ പ്രസാദിൻ്റെ പെണ്ണാണോ നീ? അറിയാമേ. മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം. ഓ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
വന്നപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് വെച്ചാൽ അവിടെ ചെന്നിരുന്ന് കാണാമല്ലോ. വാ വാ കുടിച്ചോണ്ട് പോവാം. എന്നും വരുമല്ലോ, വരുമ്പോഴൊക്കെ അല്ലേ ഇതിനെയൊക്കെ കാണാൻ പറ്റും. തന്നെ ആന കണ്ടല്ലോ അവിടെയൊക്കെ തൂറിയൊക്കെ ഇട്ടേക്കും. നിങ്ങൾ അവിടെ പോയി എവിടെയും പോയി എന്ത് ചോദിക്കുക? അവിടെ ഉണ്ട് എപ്പോഴും വന്നോ? ഞാൻ 10:30 ബസ്സിൽ വന്നു. വന്നല്ലേ? മറ്റേ ഫില്ല് ചെയ്യണ പേപ്പർ വീട്ടിൽ ഇരുന്ന് അത് എടുക്കാൻ പോയി. മറ്റേ ഫില്ല് ചെയ്ത് കൊടുത്തല്ലേ ഇനി അവർ നമ്മളെ ഇന്ത്യക്കാരെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞു. പിന്നെ അത് കൊടുക്കണം പാകിസ്ഥാനി ആക്കി കളഞ്ഞ നമ്മൾ പിന്നെ രക്ഷയില്ല. വരണ നിൽക്കണ പോണ എന്തിനാണ്? അയ്യോ ഞാൻ പോണ് പേപ്പർ പോയി വീട്ടിൽ പോയി മേടിച്ചിട്ട് തിരിച്ചു. കളവ് അവിടെ ഉണ്ടായിരുന്നാ? ഇല്ല, അവർ പണിക്ക് പോയി. അവര് പണിക്ക് രാവിലെ ഞാൻ കണ്ടു പോണത്. കളവ് അവിടെ ഉണ്ടായിരുന്നു, കളവനാണ് മേടിച്ചു മേടിച്ചത്. എടുത്ത് തന്നു. 12:30 ദിവസമുണ്ട്. അതെ, നീ ഇത് ഫില്ല് ചെയ്യാതെ പോവാക്കൂ. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് എളുപ്പമുണ്ടടി, അതിൽ പാടൊന്നുമില്ല. കിട്ടിയല്ലേ? കിട്ടി. ഈ സൈഡിൽ മാത്രം അതിലുണ്ട്. ഒരു സൈഡ് അതിൽ മാത്രം എഴുതിയിട്ട് താഴെ ഒപ്പിട്ട് കൊടുത്തു. 2 പാറം ഉണ്ടാ? അതൊന്നാ? 2 ഉണ്ട്. അന്ന് മറ്റേ ഒരു പേപ്പർ ഇരിക്കണേൽ താഴെ ഒപ്പിട്ടും കൊടുത്താൽ മതി, ബാക്കി അവർ പൂരിപ്പിച്ചോളും. ഒന്നിൽ പൂരിപ്പിച്ചാൽ മതി. ഇപ്പുറം താഴോട്ടൊന്നും പൂരിപ്പിക്കല, അതൊക്കെ അവരൊക്കെ ഉള്ളതാണത്. നമുക്ക് ഇങ്ങനെയല്ലേ പേര് ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രം. ആധാർ നമ്പര്, മൊബൈൽ നമ്പര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഭർത്താവിൻ്റെ പേര്, ഭർത്താവില്ലെങ്കിൽ വേണ്ട, എല്ലാം, ഫോൺ നമ്പര്, ഇത്രയും അല്ല അവരെ പേരെഴുതണം കേട്ടാ. ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം താഴെ 2 കോളത്തിൽ കിടക്കണമെന്ന് ഫില്ല് ചെയ്യണം. അതൊന്നും ചെയ്യണ്ട. അത് എന്നിട്ട് പേപ്പറിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുത്താൽ സുദർശനെണ്ണ ഉണ്ടാകും. അമ്മ സുഖമായിട്ടിരിക്കണോ? അമ്മ അങ്ങ് വര തന്നെ ഒരു സുദർശനിതല്ല. പിന്നെ സുദർശൻ ഇതിൽ പങ്കില്ല. മറ്റേ ലോഡിങ് കുഞ്ഞുവനില്ലേ, ലളിതേരമോയി, അറിയാമോ? കുഞ്ഞുവിൻ്റെ പെണ്ണിൻ്റെ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ കടയിൽ ചെന്നാൽ ജോയിയോടെ ചോദിക്കുമ്പോൾ ജോയി പറഞ്ഞു തരും. എനിക്ക് കുഞ്ഞുവിൻ്റെ പെണ്ണിനെ അറിഞ്ഞു. ആരറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഇവിടെ വന്നെടുത്തോണ്ട് പോകും. നീ ഇവിടെ ഇല്ല. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ അവിടെ കൊടുത്താൽ മതി. അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു പോവേ. ഉണ്ടാ നമ്മുടെ നാട്ടിലുള്ളവരെ അറിയാതുള്ളവരെ കണ്ട് സംസാരിച്ചു. അയ്യോ പൊന്മുടി മല കാണാനില്ലേ? പൊന്മുടി പിടിക്കാൻ പറ്റൂല കേട്ടോ. പൊന്മുടി ഉണ്ട്, അതിൻ്റെ ഇടയിൽ നോക്കിയാൽ കാണാം. ഇല്ല, കാണത്തില്ല. കാട് വളർന്നിരിക്കുന്ന പൊന്മുടി മലയൊന്നും കണ്ടു. അങ്ങനെ പോവേ. അടുത്ത കളവൻ വന്നു. കളവനെ പിടിക്കട്ടെ. അവിടെ പോയി വലിയ ഉണ്ടായിരുന്നു മങ്കയത്താ. ഞാൻ ഇച്ചിരി 10:30 ബസ്സിൽ വന്നു. ഞാൻ മറ്റല്ല ഫോം മേടിക്കാൻ പോയത്. കളവൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. ഉണ്ട്. അത് പൊന്മുടി മല അല്ല കേട്ടോ, അത് വേറെ മല. ഇതാണ് നമ്മളെ ഇടിഞ്ഞാറ്. അങ്ങനെ ഈ വഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളെ ഓമനമ്മരോട്ട്. ഇതാണ് ഇടിഞ്ഞാറ് സ്കൂള്. ഇതാണ്. ഇനി ഇത് ലോഡ് ചെയ്യണം എനിക്ക്. ഇടിഞ്ഞാറ് സ്കൂളിൻ്റെയാണ് കേട്ടോ. ഗ്രൗണ്ടാണ്, പിള്ളേർ കളിക്കണ. ഭയങ്കര പുരോഗമനമാണ് ഇവിടെയൊക്കെ. പുരോഗമിച്ച് ഇപ്പോൾ അതുകൊണ്ട് ഇടിഞ്ഞാറ് സ്കൂള് പുരോഗമിച്ച സ്കൂളൊക്കെ നമ്മളേതും വേണ്ട നാട്ടിൽ പഠിച്ചതാണ്. ഗ്രൗണ്ട് പിള്ളേർ കളിക്കുന്നതാണ് ഇടിഞ്ഞാറ് സ്കൂളിലാണ്. ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും കിടക്കട്ട്. സ്കൂളിനകത്തൊന്നും പോണില്ല. ഇപ്പം ചെന്ന് ഞാൻ പറഞ്ഞ അവരൊക്കെ എന്നെ ഓട്ടിക്കും.
ഇടിഞ്ഞാർ സ്കൂളിൻ്റെ ബോർഡ്. ഡ്രൈവർ ഹൈസ്കൂൾ ഉണ്ട്. അയ്യോ ബോർഡ് അവിടെ. പിന്നെ എന്താ ഓക്കെ. ഓ ഓക്കെ, അങ്ങനെ അടിഞ്ഞാറ്റി എത്തി. ഇത്